വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിൽ അല്ലാഹു പരിചയപ്പെടുത്തിയ 3 കാര്യങ്ങൾ ഏതാണ്? അല്ലാഹു പറയുകയാണ് അൽ ഇനാബ വൽ ഇസ്ലാം വൽ ഇത്തിബാ. വിശുദ്ധ ഖുർആനിലെ 2 വചനങ്ങളിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, പഠിക്കാൻ താല്പര്യമുള്ളവരെ, ഖുർആൻ എടുത്ത് നോക്കാനുള്ള മനസ്സുള്ളവരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോകണേ, വീട്ടിൽ ചെന്നിട്ട് ഖുർആൻ സൂറത്ത് സുമറിന്റെ 54-ാമത്തെ വചനം അതൊന്നെടുത്ത് നിങ്ങൾ പഠിക്കണേ. അല്ലാഹു പറയുകയാണ് വഅനീബൂ ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. സഹോദരങ്ങളെ, ഖുർആനാ നമ്മളോട് പ്രസംഗിക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറയാറുള്ളത്, ഖുർആൻ നമ്മുടെ ഹാദിയാണ്, ദാഇയാണ്. ഈ ദുനിയാവിൽ മരിക്കുന്നത് വരെയും ഖുർആൻ ഒരൊറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, ഹാദി അല്ലെങ്കിൽ ദാഇ. ആ ഖുർആനാണ് നമ്മളെ ക്ഷണിക്കുന്നത്, ആ ഖുർആനാണ് നമ്മളെ നയിക്കുന്നത്, ആ ഖുർആനാണ് മാർഗദർശനം കാണിച്ചു തരുന്നത്. ആ ഖുർആൻ ദുനിയാവിൽ നിന്ന് നമ്മൾ കണ്ണടയുമ്പോൾ പിന്നെ കിടക്കുന്ന ഖബറിലോ ആ ഖുർആൻ ഇമാമാ. ഖുർആൻ പിന്നെ ദാഇയല്ല, ഖുർആൻ പിന്നെ ഹാദിയല്ല. സഹോദരങ്ങളെ, ഖബറിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവച്ചാൽ ഖുർആൻ പിന്നെ ഇമാമാണ്. ആരാണ് നിന്റെ ഇമാമെന്ന് ചോദിക്കുമ്പോ 2 പതിറ്റാണ്ടും 8 വർഷവും പൂർത്തിയായ താഹാറസാദിയാണ് ഇമാമെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഇലവുപാലങ്കാരന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ ഖുർആനാണ് എന്റെ ഇമാമെന്ന് യാതൊരു മടിയുമില്ലാതെ, ഇടർച്ചയില്ലാതെ, പതർച്ചയില്ലാതെ, ഇടറാതെ പതറാതെ അള്ളാഹുവിന്റെ മാലാകമാരോട് പറയുന്ന മുസൽമാന് മാത്രമാണ് പരലോകത്തെ രക്ഷയുള്ളത്. അവിടെ നിന്ന് ഖബർ കഴിഞ്ഞാൽ അനന്തമായ ആഖിറത്തിലേക്ക് പോകുമ്പോ ഈ ഖുർആൻ ദാഇയും ഹാദിയും പിന്നെ ഈ സ്വർഗമുണ്ടല്ലോ, കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മടിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ അള്ളാഹുവിന്റെ സൽസബീലിന്റെ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി ഇതാ. ഈ ദുനിയാവിലെ പച്ചമണ്ണിലെ, ഈ ദുനിയാവിലെ ഈ ലവപാലത്ത് ഞാനും നിങ്ങളും ജീവനോടെ ഹയാത്തോടെ കഴിയുന്ന കാലത്തോളം അല്ലാഹു പറയുകയാണ് വഅനീബൂ ഇലാ റബ്ബികും വഅസ്ലിമൂ ലാ. 2 കാര്യങ്ങളാ പടച്ചവൻ നമ്മളോട് പറഞ്ഞത്. വഅനീബൂ എന്ന് പറഞ്ഞാൽ അൽ ഇനാബ, വഅസ്ലിമൂ എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം. സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്കൊരു ദിവസം വരാനുണ്ട്, ആ ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണേ. അൽ ഇനാബത്തെന്ന് പറഞ്ഞാൽ പടച്ചവനിലേക്കുള്ള മടക്കമാണ്, അല്ലാഹുവിലേക്കുള്ള മടക്കമാണ്. സഹോദരങ്ങളെ, എവിടെ നിന്നാ ഞാൻ വന്നതെന്നറിയോ? എവിടെ നിന്നാ എന്റെ ഉദയമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പച്ചവെള്ളവും പച്ചമണ്ണും കൂട്ടി കലപ്പിയിട്ട് കൊട്ടിയാൽ ശബ്ദം കേൾക്കുന്ന ഒരു രൂപമുണ്ടാക്കിയിട്ട് അല്ലാഹു പറഞ്ഞതെന്താണ്? വനഫഖതു ഫീഹി മിർ റൂഹി. ആദമിന് ഞാൻ എന്റെ റൂഹാ ഊതി കൊടുത്തത്, ആദമിന് ഞാൻ എന്റെ റൂഹാ പകർന്നു കൊടുത്തത്, ആദം മുകർന്നത് എന്റെ റൂഹാണ് എന്ന് അല്ലാഹു തന്നെ പറയുമ്പോ, സഹോദരങ്ങളെ, ഞാൻ അല്ലാഹുവിൽ നിന്ന് വന്നവനാ, ഞാൻ പടച്ചവനിൽ നിന്ന് വന്നവനാ. എപ്പോഴും ഒരു മനുഷ്യൻ വരുന്നത് മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നാ മനുഷ്യനെ ഭൂമി ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? എവിടേക്കുമല്ല, ഇലല്ലാഹ്. അതുകൊണ്ടല്ലേ വിലവുപാലത്തൊരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ മരണവാർത്ത മഹല്ലുകാരെ അറിയിച്ചുകൊണ്ട് പള്ളിയുടെ മൈക്കിലൂടെ വിളിച്ച് പറയുന്നത് എന്താണ്? ഇന്നാ ലില്ലാഹ്. നമ്മളല്ല പടച്ചവനെ നിനക്കുള്ളതാണ്. ഞാൻ ആർക്കുള്ളതാണ്? എൻ്റെ ഭാര്യക്കുള്ളതല്ല, മക്കൾക്കുള്ളതല്ല. ഞാൻ ആർക്കുള്ളതാണ്? എന്നെ സൃഷ്ടിച്ച ഖാലിഖായ, റാസിഖായ, മാലിക്കായ, എൻ്റെ സൃഷ്ടാവായ, സംരക്ഷകനായ, സംഹാരകനായ, സർവ്വലോകത്തിന്റെയും സൃഷ്ടാവും സംരക്ഷകനും സംഹാരകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനുള്ളതാ. ആകാശം പടച്ചവനുള്ളതാണ്, ഭൂമി പടച്ചവനുള്ളതാണ്, സാഗരങ്ങളും മാമലകളും മാമരങ്ങളും സർവ്വതും പടച്ചവനുള്ളതാണ്. എല്ലാ പടച്ചവൻ്റെതല്ലേ, ഞാനും പടച്ചവൻ്റെതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കണേ. അൽ ഇനാബത്തു ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങേണ്ടവരാണ്. അത് മരിക്കുന്ന സമയത്തല്ല
മടങ്ങേണ്ടത്. അത് മടങ്ങിയാലും ഇല്ലെങ്കിലും, തീരുമാനിച്ചാലും ഇല്ലെങ്കിലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, പ്രിയമായാലും അപ്രിയമായാലും നമ്മൾ പടച്ചവനിലേക്ക് മടങ്ങേണ്ടവരാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അതിനു മുമ്പ് നമ്മൾ മടങ്ങണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. കൂമ്പാരമായി നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തോന്നിയാസങ്ങൾ കടന്നുപോയാ അതെല്ലാം സർവശക്തനായ നിന്നെ കേട്ടിരിക്കുന്ന മടുപ്പില്ലാത്ത അല്ലാഹ് എത്ര ചോദിച്ചാലും എത്ര ചോദിച്ചാലും എത്ര ചോദിച്ചാലും മടിപ്പില്ലാതെ കേൾക്കുന്ന അല്ലാഹ് ആ പടച്ച തമ്പുരാനോട് സർവ്വതും നീ പറയുക, പടച്ചവരെ പറ്റിപ്പോയി, ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയി തമ്പുരാനെ, ഞാൻ മലക്കൊന്നുമല്ലല്ലോ, ഞാൻ മഅസൂമായ പ്രവാചകനൊന്നുമല്ലല്ലോ, ഞാനൊരു പച്ചമണ്ണ് കൊണ്ട് പടയ്ക്കപ്പെട്ട മനുഷ്യനല്ലേ, അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയി എന്ന് ഒരു നിമിഷം പടച്ചവന്റെ മുമ്പിലേക്ക് കൈകൾ നീട്ടിയിട്ട് അള്ളാഹുവിലേക്ക് സർവ്വതും മടക്കിയിട്ട് എല്ലാം പടച്ചവനെ ഏൽപ്പിച്ചുകൊണ്ടങ്ങ് മടങ്ങിപ്പോയാൽ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു തരുന്നതാണ്, സംശയമില്ല. കൂമ്പാരമായ തെറ്റ് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. തെറ്റ് ചെയ്തവനെ അല്ല വിളിച്ച പേരെന്താണെന്നറിയോ? കള്ളു കുടിച്ച് ആഭാസത്തരം കാണിച്ചവനെ അല്ല വിളിച്ച പേരെന്തെന്നറിയോ? വ്യഭിചാരിയെ പടച്ചോൻ വിളിച്ച പേരെന്തെന്നറിയോ? പലിശക്കാരനെ പടച്ചോൻ വിളിച്ച പേരെന്തെന്നറിയോ? എന്റെ അന്യനായ അടിമേ എന്നല്ല വിളിച്ചത്, പിന്നെയോ ഖുൽ യാ ഇബാദി, എന്റെ ദാസാ, എന്റെ പ്രിയപ്പെട്ട ദാസാ, എന്റെ അടിമയെ എന്നല്ലാഹു അവനിലേക്ക് ചേർത്ത് വിളിച്ചിട്ട് പറയുകയാണ്, നീ നിരാശപ്പെടണ്ട, നിന്റെ പാപങ്ങളൊക്കെ ഞാൻ പുറത്തു തരാമെന്ന് അല്ല തന്നെ പറയുമ്പോ സഹോദരങ്ങളെ, പാതിരാത്രിയുടെ നിശബ്ദതകളിൽ രാത്രിയുടെ മൂന്നാം യാമത്തില് അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവന്റെ സാന്നിധ്യം കൊണ്ടിട്ട് ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരോടും അള്ളാഹു പറയുന്നത്, ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. ചോദിക്കേണ്ട ബാധ്യത നമുക്ക്. അൽഇനാബത്തു ഇലല്ലാഹ്, അല്ലാഹ് പറയുന്നു, അനീബു ഇലാ റബ്ബിക്കും. സർവശക്തനായ അല്ലാഹ് ഒരിക്കൽ ചോദിച്ചാൽ ഒരല്പസ്നേഹം ഉണ്ടാവുള്ളൂ, വീണ്ടും ചോദിച്ചാൽ വീണ്ടും സ്നേഹം കൂടും. ചോദിക്കും തോറും ഇഷ്ടം കൂടുന്ന ഒരേ ഒരു സൃഷ്ടാവ് സർവശക്തനായ റബ്ബുൽ അലീമായ പടച്ച തമ്പുരാൻ. അവനോട് ചോദിച്ച് അവൻ പുറത്തു തരും. സഹോദരങ്ങളെ, നമ്മളൊന്നും വലിയ പാപങ്ങളൊന്നും ചെയ്തവരൊന്നുമല്ല. ഇപ്പോ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പാണ് സപ്തഭാഷാ സംഗമവേദികയായ കാസർഗോഡിന്റെ മണ്ണിൽ ഒരു പാവപ്പെട്ട പച്ച പനന്തത്ത പോലുള്ള ഒരു പൊന്നുമോളെ കഴുത്തിൽ കൊടുവാള് കൊണ്ട് വെട്ടിയിട്ട് ദാടി വെച്ച നിസ്കാരത്തടമ്പുള്ള ഒരു മുസ്ലിം നാമധാരിയായ ലഹരി തലയ്ക്ക് പിടിച്ചുപോയി സ്വബോധം നഷ്ടപ്പെട്ടു പോയ ഒരു പിതാവെന്ന് പറയപ്പെടുന്നവൻ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ കഴുത്തിൽ കടാര കൊണ്ട് വെട്ടിയിട്ട് കൊന്നുകളഞ്ഞു. കൊടുത്തൂടായിരുന്നോ മക്കളില്ലാത്ത പാവങ്ങള്? ആയിരക്കണക്കിന് ആളുകൾ അമ്മത്തൊട്ടിലിൽ നിന്ന് കുഞ്ഞിനെ എടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് സ്തനപാനം ചെയ്യാൻ വെമ്പൽ കൊള്ളുന്ന മാതൃഹൃദയങ്ങൾക്ക് ചേർത്ത് വെച്ചു കൊടുത്തുകൂടായിരുന്നോ? ആ പാവപ്പെട്ട 18, 19 വയസ്സുള്ള പെൺകുട്ടിയെ ചെയ്തു അക്രമകാരിയായ പിതാവ്. ആലോചിച്ച് നോക്കിയേ. സ്വന്തം അമ്മ, ഇത് അച്ഛൻ മകളെ ചെയ്തേണെന്ന് വെക്കാം, സ്വന്തം മകള് കാൽമുട്ട് അടിവയറ്റിൽ കുത്തിക്കയറ്റിയിട്ട് നെഞ്ചത്ത് കൈമുട്ടുകൊണ്ട് ധാരാളം ഇടിയിടിച്ചു. കാരണം എന്താന്ന് ചോദിച്ചപ്പോ പോലീസിനോട് പറയാ, ഫേസ് ക്രീം എടുത്ത് മാറ്റി അമ്മ. ആ ഫോട്ടോ കാണണം, ഇത് ഇട്ടുകൊടുത്താലും മതി, അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. മുഖത്തിടുന്ന പുട്ടിയെടുത്ത് മാറ്റി എന്നതിന്റെ പേരില് സ്വന്തം അമ്മയെ, അത് മുസ്ലിം അല്ല ഇവിടെ, മുസ്ലിം അമുസ്ലിം, ഹിന്ദു അഹിന്ദു, ക്രിസ്ത്യൻ അക്രിസ്ത്യൻ, അങ്ങനെയല്ല ഇവിടെ മനുഷ്യൻ. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉമ്മയെന്ത്, വാപ്പയെന്ത്, മകളെന്ത്, മകനെന്ത്, ആ രീതിയിൽ ക്രൂരമായ മനുഷ്യന് യോജിക്കാത്ത മൃഗതുല്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഓരോ മനുഷ്യനെയും അല്ലാഹു എന്ന ദൈവം വിളിച്ചത് യാ ഇബാദി, എൻ്റെ ദാസ. ആ വിളി മനസ്സിലാക്കണമെങ്കിലേ ഒരൽപ്പം പിന്നിലേക്ക് പോകണം. അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഇച്ചിരി സ്ഥലത്തൊക്കെ ആവാം, കാരണം ഈ ചില സ്ഥലങ്ങളിലുണ്ടല്ലോ അവർക്ക് ഈ നബിതങ്ങളുടെ ഏതെങ്കിലും ഒരു വിശേഷണം അങ്ങോട്ട് കേട്ടാൽ മതി, അവർ അത്യുച്ചത്തിൽ സലാത്തിയില്ല. കഴിഞ്ഞ ശനിയാഴ്ച, ഇന്നിപ്പോൾ വെള്ളി, കഴിഞ്ഞ ശനിയാഴ്ച ഇതേപോലെ ഞാൻ പ്രസംഗിക്കുന്നത് പാലക്കാട് ജില്ലയിൽ
തെരുവത്തുപള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ വാളയാറും പിന്നെ കോയമ്പത്തൂരിലേക്ക്. അപ്പോൾ അവിടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ജനങ്ങളാണ്, ഒരുപാട് ജനക്കൂട്ടുണ്ടായിരുന്നു തെരുവത്തുപള്ളിയിൽ. വലിയൊരു നേർച്ച നടക്കുന്ന പള്ളിയാണ്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഇപ്പോഴത്തെ മുസ്ലിം പെണ്ണിന്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, കണ്ടില്ലേ ഷിംജിദ് മുസ്തഫ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഫ്രണ്ടിൽ നിന്ന് 5-6 പേര് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് ഈ മുസ്തഫ എന്ന് കേട്ട അവർക്ക് ഓർമ്മ, അവരങ്ങനെയാണ്. എവിടെയാണെങ്കിലും, കക്കൂസിലാണെങ്കിലും ശരി, കുളിമുറിയിലാണെങ്കിലും ശരി, അടുക്കളയിലാണെങ്കിലും ശരി, അരങ്ങത്താണെങ്കിലും ശരി, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിലാണെങ്കിലും ശരി, കളക്ട്രേറ്റിലാണെങ്കിലും ശരി, പാർലമെന്റിലാണെങ്കിലും ശരി, എവിടെ ആണെങ്കിലും അവർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായി സഹജമായി സ്വലാത്ത് വരും. അങ്ങനെ ആകണം നമ്മൾ. നമുക്ക് അതല്ലാതെ ഒരു നേതാവ് വേറെ ഉണ്ടോ? പിന്നെ അബൂബക്കർ സിദ്ദീഖ് നേതാവല്ലേന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ നേതാവ് പറഞ്ഞു തന്നു, ഇത് നിങ്ങളുടെ നേതാവാണ്, അതുകൊണ്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത്. മുഹ്യിദ്ദീൻ ശൈഖിനെ നേതാവായി അംഗീകരിക്കുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്, ഞങ്ങളുടെ നേതാവ് പറഞ്ഞു അത് നിങ്ങളുടെ നേതാവാണ്, ചില വിശേഷണങ്ങൾ ഉള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള നേതാക്കന്മാരെന്ന് വിളിക്കുന്നത്. നമുക്കൊരൊറ്റ നേതാവേ ഉള്ളൂ, ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകൻ ഏറ്റവും വലിയ 2 സൗഭാഗ്യങ്ങളാണ്, 2 വലിയ കാര്യങ്ങളാണ് അള്ളാഹു കൊടുത്തത്. ഏതൊക്കെയാ? ഒന്ന് പരിശുദ്ധ ഖുർആൻ. സഹോദരിമാരെ, നിങ്ങൾ പഠിക്കണം. മുത്തുനബിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ 2. ഒന്ന് പരിശുദ്ധ ഖുർആൻ, 2 ഒരാൾക്കും ചെന്നെത്താൻ കഴിയാത്ത സപ്തവാനങ്ങൾ താണ്ടി സിദ്റത്തുൽ മുന്തഹ എന്ന 8ാമത്തെ മേറാജ് കഴിഞ്ഞ് മഖാമു സ്വരീഫുൽ അഖ്ലാം എന്ന 9ാമത്തെ മേറാജ് കഴിഞ്ഞിട്ട് ദനുവും മുനാജാത്തും എന്ന 10ാമത്തെ മേറാജിലെത്തി അല്ലാഹു എങ്ങനാണോ അങ്ങനെ കണ്ടിട്ട് അതേ പാതിരാത്രിയുടെ നിശബ്ദതയിൽ കിഴക്കൻ ചക്രവാളത്തിൽ അരുണന്റെ കിരണങ്ങൾ ഉദയം ചെയ്യുന്നതിന് മുമ്പ് പരിശുദ്ധ മക്കയിലേക്ക് തിരിച്ചെത്തിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത സൗഭാഗ്യമാണ് വാനാരോഹണവും നിശാപ്രയാണവും. ഇസ്റാവും മിഅ്റാജുമാണ് മുത്തുനബിക്ക് കിട്ടിയ നമ്പർ 1 ഖുർആൻ, 2 ഇസ്റാവും മിഅ്റാജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്തുകളാണ്. ഇനി നാളെ പരലോകത്ത് കിട്ടാതിരിക്കുന്നത് വസീല, ഫളീല, ദറജത്തുർ റഫിയ, മഖാമു മഹ്മൂദ്. അതവിടെ നിൽക്കട്ടെ. എല്ലാം കൂടെ കാട് പോലെ ആയാൽ നമ്മുടെ നാട് പോലെ ആകാം. കാരണം ഇത് മലയോര പ്രദേശമാണ്, കാട്ടി കയറിയ പിന്നെ ഇറങ്ങാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. ഈ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ 2 നിഅമത്തുകൾ അള്ളാഹു കൊടുത്തപ്പോൾ സാധാരണ അള്ളാഹു എന്ത് പറയണം? ഏറ്റവും നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കൊണ്ടാണല്ലോ നബിതങ്ങളെ സംബോധന ചെയ്യേണ്ടത്. ഖുർആൻ കൊടുത്തു എന്ന് പറയുമ്പോഴും ഇസ്റാ മിഅ്റാജ് കൊടുത്തു എന്ന് പറയുമ്പോഴും നബിതങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, സമ്മാനമാണ്. അപ്പോൾ ഏറ്റവും നല്ല പേര്, നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് കൊണ്ടാണ് അള്ളാഹു വിളിക്കേണ്ടത്. എന്താ വിളിച്ചത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബഅഹൗല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ ദാസനുമായിട്ട് നിശാപ്രയാണം നടത്തിയ അല്ല പരിശുദ്ധൻ. ഇസ്രായിനെ പറ്റി അല്ല പറയുമ്പോൾ നബിതങ്ങൾക്ക് ഇസ്രാ കൊടുത്തതിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്ക് അബ്ദ് എന്നാണ്. ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. 2 ഖുർആൻ കൊടുത്തതിനെ പറ്റി എന്താ പറഞ്ഞത്? ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ കോതിയിലെ അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അള്ളാഹുവിന്റെ ഹബീബിന് ഖുർആൻ കൊടുത്തതിനെ പറ്റി പറഞ്ഞത് അല അബ്ദിഹി, തന്റെ ദാസന്. ഇസ്റാവും മിഅ്റാജിന്റെയും ഖുർആന്റെയും കഥ പറയുമ്പോൾ നബിക്ക് കൊടുത്ത പേര് വിളിച്ചുകൊണ്ട് ചാരായം വാറ്റുന്നവനെയും കള്ള് കച്ചവടക്കാരനെയും കഞ്ചാവ് കച്ചവടക്കാരനെയും സ്വന്തത്തോട് അക്രമം കാണിച്ചു പോയവനെ കള്ള വിളിക്കുകയാണ് ഖുൽ യാ ഇബാദി. അള്ളാഹു തള്ളിക്കളഞ്ഞില്ല നമ്മളെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അള്ളാഹു നമ്മളെ തള്ളിക്കളയൂല. നിങ്ങൾ നോക്ക്, ഇപ്പോ നമ്മളൊക്കെ എത്ര സുഹൃത്തുക്കളാണെങ്കിലും 1000 നന്മ ചെയ്താലും, ഞാനും ശംസുദ്ദീൻ മന്നാനിയൊക്കെ ജാമിയ മന്നാനിയിൽ പഠിക്കുന്ന കാലം മുതലേ സുഹൃത്തുക്കളാണ്. ഒരുപാട് യാത്ര പോകും. ഞങ്ങളെ കൊണ്ട് 1 രൂപ ചെലവ് ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല. കാരണം അദ്ദേഹം ഇപ്പം നമ്മളെ യാത്രയൊക്കെ പോകുമ്പോൾ ശംസുദ്ദീൻ മന്നാനിയായിട്ടൊക്കെ യാത്ര പോകുമ്പോൾ എല്ലാ ചെലവും അദ്ദേഹമാണ് വഹിക്കുന്നത്. വാഹനം, അതുപോലെ തന്നെ ഭക്ഷണം, എല്ലാം. എന്നിട്ട് എവിടെന്നെങ്കിലും നമുക്ക് ഇച്ചിരെങ്കിലും ഭക്ഷണം ആരെങ്കിലും തന്നാൽ ഓരോ പൊതി വീട്ടിലും കൂടെ തന്നുവിടും. അപ്പോഴും അദ്ദേഹം വാങ്ങൂല. കാരണം എന്താണ്? ഈ
കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം വലിയ ഒരു പ്രശസ്തനാണ്, പ്രസിദ്ധനാണ്. നമ്മളൊക്കെ ദീനീ പ്രഭാഷണ മേഖലകളിലാണ് പ്രസിദ്ധിയെങ്കിൽ ഈ യുവ സമൂഹത്തിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന എല്ലാ അനിസ്ലാമിക പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരാളാണ് ശംസുദ്ദീൻ മന്നാനി. അപ്പോ അദ്ദേഹം നല്ല നിലയിൽ സജീവമായി നമ്മുടെ ഈ നാട്ടില് നേരത്തെ എല്ലാവരും പറഞ്ഞു, ഇവിടെ ഒരുപാട് നാട്ടുകാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ. എലവുപാലം എന്ന് കേൾക്കുമ്പോൾ കടുവയിൽ ഇറങ്ങിയിട്ട് എലവുപാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കടുവയിൽ താഹ റഷാദി എന്നുള്ള പേരൊക്കെ മാറി എലവുപാലം താഹ റഷാദിയായി. കാരണം 28 വർഷമായി ശംസുദ്ദീൻ മന്നാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പേര് കൊണ്ടാണ് ഈ നാട് തന്നെ അറിയപ്പെടുന്നത്. വെള്ളം വേണ്ട. അപ്പോ ഒരു നല്ല മനസ്സാണ്, അള്ളാഹു ഈ ബന്ധം നിലനിർത്തട്ടെ. പക്ഷെ ഞാനൊരു 1000 നന്മ ചെയ്തു കൊടുത്തെന്നിരിക്കട്ടെ അദ്ദേഹത്തിന്. ഞാനൊരു 1000 നന്മ എണ്ണി അദ്ദേഹത്തിന് നന്മ ചെയ്തു. അവസാനം എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ തുരുമ്പ്, ഒരു വെറുക്കപ്പെട്ടത് കണ്ടാൽ ശംസുദ്ദീൻ മന്നാനിയല്ല, ആരായാലും, ഭർത്താവായാലും, ഭാര്യയായാലും, മക്കളായാലും, മാതാപിതാക്കളായാലും ആ 1000 നന്മയും മറന്നിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് ആ ഒരു തിന്മയായിരിക്കും. അതുകൊണ്ടാണല്ലോ നീ കാലാകാലം നിന്റെ ഭാര്യയ്ക്ക് നന്മ ചെയ്തു കൊടുത്താലും അവസാനം അവൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ പറയും ഖൈറൻ ഖത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇതുവരെ നല്ലതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പെണ്ണ് പറയും. ആ ഒറ്റ കാരണം കൊണ്ട് ആ പെണ്ണ് നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പടച്ചോൻ അങ്ങനെയല്ല. 1000 തെറ്റുകൾ നമ്മൾ ചെയ്തു, പൊറുക്കാൻ പറ്റാത്ത 1000 തെറ്റുകൾ നമ്മൾ ചെയ്തെന്നിരിക്കട്ടെ, അവസാനം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ വന്നിട്ട് ഞങ്ങൾ ചെയ്ത ഈ മറക്കുന്നതാ 1000 തിന്മകളെയും അല്ലാഹു മറന്നിട്ട് ഒരേ ഒരു നന്മ അല്ലാഹു അങ്ങ് ഏറ്റെടുക്കുന്നതാ. സഹോദരങ്ങളെ, അതാണ് പടച്ചവനും പടപ്പുകളും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് ഖാലിഖും മഖ്ലൂഖും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് ഉടമസ്ഥനും അടിമകളും തമ്മിലുള്ള വ്യത്യാസം. എന്റെ പ്രിയപ്പെട്ടവരെ, 1000 നന്മ ചെയ്താലും ഒരു തിന്മ കണ്ടാൽ തിന്മയുടെ ചുവട് പിടിച്ചിട്ട് 1000 നന്മകൾ മറക്കുന്ന മനുഷ്യ, 1000 തിന്മ ചെയ്താലും ഒരു നന്മ ചെയ്യുമ്പോ 1000 തിന്മകളെ കഴുകിക്കളഞ്ഞിട്ട് ആ നന്മയ്ക്ക് വണ്ണമായ പ്രതിഫലം തരുന്ന അല്ലാഹ്, ആ പടച്ചവനിലേക്ക് നിങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞ് റമളാൻ മാസം പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോ, ശഅബാൻ മാസത്തിന്റെ അവസാനത്തെ രാവുകൾ കടന്നു വരുമ്പോ, അനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങൾ പടച്ചവനിലേക്ക് സർവ്വതും ഏറ്റുപറഞ്ഞിട്ട് മടങ്ങിക്കൊള്ളണേ. അല്ലാഹ് പുറത്തു തരുമൊരു സംശയവുമില്ല, പടച്ചോൻ പുറത്തു തരുമൊരു സംശയം വേണ്ട. സഹോദരങ്ങളെ, 2 തെറ്റുകളാ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ലോകത്ത് 2 തെറ്റുകളാ ഉള്ളത്. ഒന്ന് വൈകാരികമായ തെറ്റാണ്, മറ്റൊന്ന് ധിക്കാരപരമായ തെറ്റാണ്. വൈകാരികമായ തെറ്റുകൾ അല്ലാഹു എപ്പോഴും മാപ്പ് തരുന്നതാണ്. ധിക്കാരപരമായ തെറ്റുകൾക്ക് അല്ലാഹു മാപ്പ് തരൂല. സഹോദരങ്ങളെ, 2 സ്വർഗത്തിൽ വെച്ചാണ് തെറ്റ് ആരംഭിച്ചത്. ഒന്നാമത്തെ വൈകാരികമായ തെറ്റ് ചെയ്തത് ആരെന്നറിയോ? മനുഷ്യൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്തു പോകുന്ന തെറ്റുകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോ, നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാം അല്ലാഹുവിനോട് തെറ്റ് ചെയ്തത് സ്വർഗത്തിൽ വെച്ചാണ്. ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തു എന്ന് ഖുർആൻ പറയുകയാണ്. ആ തെറ്റ് അല്ലാഹു പുറത്തു കൊടുത്തല്ലോ പെങ്ങളെ. എപ്പോഴാണ് അല്ലാഹു പുറത്തു കൊടുത്തത്? താഹ റഷാദി ഉസ്താദിനെ പറ്റിയിട്ട് പറയുന്നത് മക്കളെ പഠിപ്പിച്ചു, അവരുടെ മക്കളെയും പഠിപ്പിച്ചു എന്നാണല്ലോ. കേവലം 28 വർഷമായപ്പോഴേക്കും നമുക്ക് 28 നൂറ്റാണ്ട് കണ്ടതുപോലെ തോന്നുകയല്ലേ? പക്ഷേ നിങ്ങൾ അറിയണേ, ആദം നബി അലൈഹിസ്സലാമിന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്നറിയോ? 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അല്ലാഹു സ്വീകരിച്ചത്. 300 വർഷം കഴിഞ്ഞിട്ടാണ് ഹവ്വാ ബീവിയെയും ആദം നബിയെയും അല്ലാഹു പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് ഏറ്റെടുത്തത്. സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞതെന്താണ്? ആ 2 പേരും തെറ്റ് ചെയ്തത് വൈകാരികമാണ്. അവര് ധിക്കാരത്തോടെ അള്ളാന്റെ മുമ്പിൽ തെറ്റുകളെ ചെയ്തിട്ടില്ല. അവര് ചെയ്ത തെറ്റുകൾ വൈകാരികമാണ്. സ്വർഗത്തിൽ ധാരാളം വർഷം താമസിക്കണമെന്ന വ്യാമോഹമായിരുന്നു ആദം അലൈഹിസ്സലാമിന്. പ്രിയപ്പെട്ടവരെ, പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് അവന്റെ കിബിരിയായിനെയോ അവന്റെ അളമത്തിനെയോ അവന്റെ വഹദാനിയത്തിനോ ചോദ്യം ചെയ്തിട്ടില്ല. എന്നാൽ അതേ സ്വർഗത്തിൽ വെച്ച് തെറ്റ് ചെയ്ത മറ്റൊരുത്തനുണ്ട്. ആരാ? സാക്ഷാൽ ഇബ്ലീസ്
അവൻ ചെയ്ത തെറ്റ് വൈകാരികമല്ല, അവൻ ചെയ്ത തെറ്റ് ധിക്കാരമായിരുന്നു. എന്തിന് ഞാൻ സുജൂദ് ചെയ്യണം? മണ്ണിനാൽ പടയ്ക്കപ്പെട്ട ഇവന്റെ മുമ്പിൽ തീയാൽ പടയ്ക്കപ്പെട്ട ഞാൻ എന്തിന് സുജൂദ് ചെയ്യണമെന്ന ധിക്കാരത്തിന്റെ മറുപടി ചോദിച്ചപ്പോ, സഹോദരങ്ങളെ, അള്ളാഹു ലോകം അവസാനിക്കുന്നത് വരെ ശപിക്കപ്പെട്ടവനായി പിശാചിനെ പുറന്തള്ളിയെങ്കിൽ വൈകാരികമായി ജീവിതത്തിൽ ഇലവുപാലത്തുള്ള നിങ്ങൾക്കോ പനവൂരിലുള്ള എനിക്കോ തെറ്റുകൾ സംഭവിച്ചു പോയാ നീട്ടുന്ന കൈ അല്ലാഹു തട്ടാതെ നമ്മുടെ പാവങ്ങൾ പുറത്തു തരുന്നതാണ്. ധിക്കാരത്തോടുകൂടി ചെയ്യുന്ന പാപങ്ങളല്ല പുറത്തു തരൂല. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരു തെറ്റും ധിക്കാരത്തോടുകൂടി നമ്മൾ ചെയ്യുന്നില്ല. വൈകാരികമാണ്. ശരീര ഇച്ഛയോട് പോരാടാനുള്ള തോക്കത്ത് കുറവാണ്. പിശാചിന്റെ വലയിൽ വീണു പോകുന്നു നമ്മൾ. ആ ഒരൊറ്റ കാരണം കൊണ്ട് തെറ്റുകൾ സംഭവിക്കാത്തവരാരാ? മനുഷ്യര് തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? കുല്ലു ബനി ആദമ ഖത്താ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനുഷ്യരെല്ലാരും വല്ലാതെ തെറ്റ് ചെയ്യുന്നവരാണ്. ഫഅലു വസ്നാൻ എന്ന് പറഞ്ഞ സാധാ തെറ്റല്ല, അവര് തെറ്റേ ചെയ്യുള്ളൂ. ആ രീതിയിൽ തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളോട് പറയുന്നു, അനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് എല്ലാം ഏറ്റങ്ങ് പറഞ്ഞോ, അള്ള മാപ്പ് തരും, അള്ള മാപ്പ് തരും. അത് റമദാനിന് വേണ്ടിയിട്ട് മാറ്റിവെക്കരുത്. ഞാൻ അത് തന്നെ വിശാലമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ ഒരൊറ്റ വിഷയത്തിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ആ അൽ ഇനാബത്ത് എന്നുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അൽ ഇനാബ, ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും അള്ളാഹിനോട് ഏറ്റുപറ. ഇസ്ലാമിൽ കുമ്പസാരയില്ല. താഹാറഷാദിയുടെ മുമ്പിൽ വന്നിട്ട്, ഉസ്താദേ ഞാൻ ഇന്നലെ ഇന്ന തെറ്റ് ചെയ്തു പോയി, ഞാൻ ഇന്ന തെറ്റ് ചെയ്തു പോയി പറയാൻ പാടില്ല, പറയാൻ പാടില്ല. അങ്ങനെ പാപങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വിവരിച്ചു കൊടുക്കുന്നവന്റെ പാപങ്ങളല്ല പുറത്തു കൊടുക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം എന്താണ്? അള്ളാഹു പറഞ്ഞു, അവൻ മുജാഹറ, പരസ്യപ്പെടുത്തുന്നവനാണ്. രാത്രി ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് എല്ലാവരുടെ കണ്ണിൽ നിന്നും അല്ല മറച്ചു വെച്ചു. അവൾ ചെയ്ത തെറ്റ് അവളുടെ ഭർത്താവിനെ അല്ല അറിയിച്ചില്ല, അവൻ ചെയ്ത തെറ്റ് അവന്റെ ഭാര്യ അറിയിച്ചില്ല, അവന്റെ സുഹൃത്തുക്കളെ അറിയിച്ചില്ല, ആരെയും അല്ലാഹു തആല അറിയിച്ചില്ല. ആ തെറ്റ് നേരം വെളുത്തിട്ട് കൂട്ടുകാരെ വിളിച്ചിരുത്തിയിട്ട്, അളിയാ ഇന്നലെ രാത്രി ഞാൻ അവിടെ പോയിരുന്നു, ഇന്നലെ ഞാൻ അവിടെ ആയിരുന്നു, ഇന്നലെ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നവൻ എത്ര മുട്ടിട്ടിടിച്ചാലും അവൻ അല്ല പുറത്തു കൊടുക്കില്ലെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത മദീനയുടെ രാജാവ്, മക്കയുടെ ജേതാവ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുകൊണ്ട് കുമ്പസാര ഇസ്ലാമിലില്ല. പറയേണ്ടത് പടച്ചവനോട്, അനീബു ഇലാ റബ്ബിക്കും, അള്ളാഹിനോട് പറ. ഒറ്റക്കിരുന്ന് പറയും, അല്ലാഹ് ഞാൻ ഇന്ന ഇന്ന തെറ്റുകളെ ചെയ്തു പോയി. അള്ളാഹ് അറിയാത്തത് കൊണ്ടല്ല, അള്ളാഹ് അറിയാത്തത് കൊണ്ടല്ല. ചില ആളുകൾ ദുആറക്കാൻ വേണ്ടി വിളിച്ചാൽ വന്നിരുന്നിട്ട് പറയും, പടച്ചോനെ അവന് പാസ്പോർട്ട് കൊടുക്കണേ അല്ല, റേഷൻ കാർഡ് കൊടുക്കണേ അല്ല, ആധാർ കൊടുക്കണേ അല്ല, പാൻ കാർഡ് കൊടുക്കണേ അല്ല, അവന് ഇങ്ങനെയൊക്കെ പറയും. ഇത് അള്ളാഹു അവന് ആവശ്യമുള്ളത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോരെ, അള്ളാഹ്ക്ക് എല്ലാം അറിയാമല്ലോ. പക്ഷെ ഈ പറയുന്നത് പടച്ചോന് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് എനിക്ക് ബോധ്യമുണ്ട് തമ്പുരാനെ ഞാൻ ഈ ചെയ്ത തെറ്റൊക്കെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് ഷഅബാനിന്റെ ശിഷ്ടരാത്രികളിൽ അള്ളാഹുവിനോട് തുറന്നു പറ. ഒന്ന്. പിന്നെ പൊതുവേ നമ്മുടെ ഒരു ശൈലിയുണ്ട്, എന്താണെന്നറിയോ? അള്ളാഹു പറഞ്ഞു, പാലം കടക്കുവോളം നാരായണ, പാലം കടന്ന കൂരായണ. അതാണ് നമ്മുടെ ശൈലി, അല്ലേ? നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി എവിടെയോ ഒരു കഥ പറയുന്നുണ്ട്. കടലിൽ അകപ്പെട്ടു പോയ ഒരുത്തൻ രക്ഷപ്പെടൂല എന്ന് കണ്ടപ്പോ കടലിന്റെ നടുക്ക് ആ കടലിന്റെ വെള്ളത്തിനടിയിൽ കിടന്ന് അയാൾ ശപഥം ചെയ്തു, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടാലും 100 പാവങ്ങൾക്ക് ഞാൻ ബിരിയാണി കൊടുത്തേക്കാന്ന്. ഒരു തിരമാല അടിച്ചവനെ കരയിൽ കൊണ്ടിട്ട് രക്ഷപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഓ എന്ത് ബിരിയാണി, എന്ത് ബിരിയാണി. പക്ഷേ അടുത്ത തിരമാല വന്ന് അവനെ വീണ്ടും കൊണ്ടുപോയി കടലിലേക്ക്. അതിനേക്കാൾ ആഴത്തിൽ മുങ്ങിത്താണപ്പോൾ ഇനി എന്താ ചെയ്യാ? അവൻ അവിടെ കിടന്ന് പറഞ്ഞു അത്രേ, പടച്ചോനെ ഞാൻ കളിയാക്കിയതല്ല, എന്ത് ബിരിയാണി എന്ന് ചോദിച്ചാൽ മട്ടനാണോ ബീഫാണോ ചിക്കനാണോ എഗ്ഗാണോ വെജാണോ അങ്ങനെ ചോദിച്ചതാന്ന് പറഞ്ഞു. ഇത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? സൂറത്തു റൂമിൽ കാണാം, വഇദാ മസ്സന്നാസ ളുർറുൻ ദഅഉ റബ്ബഹും മുനീബീന ഇലൈഹി ثم إذا أذاقهم منه رحمة إذا فريق منهم بربهم يشركون. അല്ലാഹ് പറയുകയാണ്, എന്തെങ്കിലും ഒരു വിപത്ത് ഒരു മനുഷ്യന് വന്നു പോയാ, ഭാര്യയ്ക്ക് മാരകമായ ക്യാൻസർ പിടിപെട്ടാൽ, ഭാര്യയ്ക്ക് മാരകമായ ട്യൂമർ പിടിപെട്ടാൽ, ഇവന് ഹാർട്ടിന് പ്രശ്നം
വന്നാൽ, എവന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ, സാമ്പത്തികമായവനെ തകർച്ചയിലായി പോയാ മുനീബീന ഇലൈഹി, പടച്ചവരിലേക്ക് അവൻ അങ്ങ് മടങ്ങുക. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, എനിക്ക് നീയേ ഉള്ളൂ നീയേ ഉള്ളൂ നീയേ ഉള്ളെന്ന് പറഞ്ഞ് പടച്ചവനിലേക്ക് അങ്ങ് അടുത്തവനിലേക്ക് അങ്ങ് മടങ്ങുന്ന സ്വഭാവമാണ്. അത് കഴിഞ്ഞിട്ട് ക്ഷാമങ്ങൾക്ക് ശേഷം ഒരു ക്ഷേമം അവന് വന്നാൽ, നഷ്ടത്തിന് ശേഷം ഒരു ലാഭം അവന് വന്നാൽ, പ്രയാസത്തിന് ശേഷം അവനൊരു സന്തോഷമല്ല കൊടുത്താലോ, ഇദാ ഫരീഖും മിൻഹും ബിറബ്ബിഹിം യുശ്രികൂൻ, പിന്നെ അവൻ കൂരായണ തന്നെ, അവൻ നന്ദി കെട്ടവനാണ്. പിന്നെ പടച്ചോ വേണ്ട, മഴയില്ലാത്ത ക്ഷാമകാലങ്ങളില് പള്ളിയിൽ സ്ഥിരമായി കയറുന്ന ഒരുത്തൻ, എന്തേ മഴയില്ല മഴയില്ല മഴയില്ല, പള്ളിയിൽ വന്ന് ദുആരക്കാൻ. അള്ളാഹു മഴയങ്ങ് കൊടുത്തപ്പോൾ പിറ്റന്ന് മുതൽ കാക്കായ പള്ളി കാണാനില്ല. ഉസ്താദ് ചോദിച്ചു, എന്താ മഴയല്ലേ മഴയല്ലേ, പിന്നെങ്ങനെ പള്ളിയിൽ വരും പിന്നെങ്ങനെ പള്ളിയിൽ വരും? ഇന്നലെ വരെ മഴയില്ല മഴയില്ല, അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങി പള്ളിയില്. ഇന്നെന്താ പള്ളിയിൽ വരാത്തത്? മഴയല്ലേ, പിന്നെങ്ങനെ പള്ളിയിൽ വരും? ഇതാണ് മനുഷ്യൻ, ഇതാണ് മനുഷ്യൻ. അതുകൊണ്ട് പാടില്ല. ശിഷ്ടകാല രാവുകൾ എന്റെ പ്രിയപ്പെട്ട ഇലവുമാലത്തിന്റെ പെങ്ങളെ, അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് വരുന്ന അതിരി ചില്ലറക്കാരനല്ല, വരുന്ന അതിരി ചില്ലറക്കാരനല്ല. ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണോ വരുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ വരുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ വരുന്നത്? ഓപ്പോസിഷൻ ലീഡർ സതീശനാണോ വരുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ആരായി വരുന്നത്? നാളെ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് എന്റെ പകലുകളിൽ അവൻ ഉപവസിച്ചു തമ്പുരാനെ, എന്റെ രാവുകളിൽ അവൻ കാലിൽ നീതി വരത്തക്ക നിലയിൽ നിന്ന് നമസ്കരിച്ചു തമ്പുരാനെ, എനിക്കിവനെ വേണം എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പറന്ന് റയ്യാൻ കവാടം കടന്ന് കൊണ്ടുപോകേണ്ട നമ്മുടെ സാക്ഷി, നമ്മുടെ സാക്ഷി. നേരെ മറിച്ച് ഈ വരുന്ന അതിഥിക്ക് വീട്ടിൽ വരുന്ന ഏതെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭിക്ഷാടനം നടത്തുന്ന ഒരു യാചകന് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് പോലും കൊടുക്കാതെ, പരിശുദ്ധ റമളാനിന്റെ പകൽ നേരങ്ങളിൽ സിഗരറ്റും വലിച്ച് കഞ്ചാവും വലിച്ച് മുറുക്കി തുപ്പി, കടകളിൽ നിന്ന് ചായയും കുടിച്ചിട്ട് കോളേജ് കുമാരികൾ കയ്യിൽ പലതും കെട്ടിക്കൊണ്ടുവന്ന ചെറുപ്പക്കാരനോടൊപ്പം എത്രയോ കാണേണ്ടി വന്നിട്ടുണ്ട്. അനന്തപുരിയുടെ വിരിമാറിൽ പ്രിയപ്പെട്ടവരെ, പാളയത്തിന്റെ തൊട്ടടുത്തുള്ള സാഫല്യം കോംപ്ലക്സിനകത്ത് പരിശുദ്ധ റമളാൻ മാസത്തിന്റെ പകല് നേരങ്ങളിൽ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സുമായിട്ട് ഒരു ജ്യൂസിന്റെ കപ്പിൽ ഒരു സ്ട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കുടിക്കുന്ന മുസ്ലിം പെൺകുട്ടികളും ഇതര സമുദായത്തിലെ സഹോദരങ്ങളെയും കണ്ടിട്ടുണ്ട്. ചിന്തിച്ചിട്ടുണ്ട് ഇവർക്കൊന്നും വാപ്പയില്ലേ എന്ന്. വളരെ ഗുരുതരമാണ് പ്രിയപ്പെട്ടവരെ. ഒരു യാചക മുമ്പിൽ വരുമ്പോൾ ആ ഒരു റെസ്പെക്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഈ റമളാൻ അല്ലാഹുവേ നമ്മളെ വിടൂല. അപ്പൊ നിങ്ങൾ പറയും, ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വഅഹ്ലനാ ഇനലായ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബിയ الشفاعة هب لنا في القيامة مشفقا وأهلنا إن الله يا سيدي خير النبي. നാളെ ശഫാഅത്തിന് വരൂലേ നമ്മുടെ മുത്ത്? ഇല്ല. ശഫാഅത്ത് വിരുദ്ധനല്ല ഞാൻ, പക്ഷേ ശഫാഅത്തിന് വേണ്ടി ശ്രമിക്കുമ്പോ അല്ലാഹുവിന്റെ മാലാകമാരുടെ ഭാഗത്തു നിന്നൊരു വിളി വരുന്നു, നീയേ ഇന്ന ഖസ്മഹു റമളാൻ, അവന്റെ പ്രതിയോഗി റമളാനാണ് നബിയേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ മുത്തവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു, ഇന്നി ബരീഉം മിമ്മൻ ഖസ്മുഹു റമളാൻ. റമളാൻ എതിരായി നിൽക്കുന്ന ഒരുത്തനെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റൂല. നബി കൈയൊഴിയും. അല്ലാഹുവിന്റെ റസൂല് കൈയൊഴിഞ്ഞാ പിന്നെ ആര് നമ്മളെ കൈ പിടിക്കും? ആര്